ഈ വീഡിയോയിൽ നിങ്ങൾ കാണാനായിട്ട് പോകുന്നത് എൻ്റെ കഴിഞ്ഞ ആഴ്ചയിലത്തെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ട്രേഡുകളുടെ ഒരു ബ്രേക്ക് ഡൗൺ ആണ്. ആ ട്രേഡുകൾ ഞാൻ ഏത് രീതിയിലാണ് എടുത്തിട്ടുള്ളത്, എങ്ങനെയാണ് ഞാൻ അവിടെ ഒരു എൻട്രി പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്, എന്തൊക്കെ അനാലിസികളാണ് ഞാൻ നടത്തിയിട്ടുള്ളത്, ഇതൊക്കെയായിരിക്കും നിങ്ങൾ ഈ ഒരു വീഡിയോയിൽ കാണാനായിട്ട് പോകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ ഉദ്ദേശിക്കുന്നത് ഞാൻ ഇത്ര പ്രോഫിറ്റ് ഉണ്ടാക്കുന്നുണ്ട്, എനിക്ക് ഇത്ര ട്രേഡ് വിൻ ചെയ്യാൻ പറ്റി എന്നുള്ള കാര്യങ്ങൾ നിങ്ങളെ കാണിക്കുക എന്നുള്ളൊരു കാര്യമല്ല. എൻ്റെ അനാലിസിസിൽ നിന്നും ഞാൻ ഏത് രീതിയിലാണ് ട്രേഡ് എടുക്കുന്നത്, ഞാൻ ഏത് രീതിയിലാണ് ഒരു അനാലിസിസ് നടത്തുന്നത് എന്നുള്ള കാര്യങ്ങളിൽ നിന്നും നിങ്ങൾക്ക് നിങ്ങളുടെ രീതിയിൽ ട്രേഡ് ചെയ്യാനായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ഹെൽപ്ഫുൾ ആകുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇത്തരത്തിലുള്ള വീഡിയോസ് പ്രധാനമായിട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇത്തരം വീഡിയോസ് നിങ്ങളെ ഏതെങ്കിലും രീതിയിൽ ഹെൽപ്പ് ചെയ്യാറുണ്ട് എന്നുണ്ടെങ്കിൽ, നിങ്ങൾ ട്രേഡ് എടുക്കുന്ന സമയത്ത് എൻ്റെ വീഡിയോസ് നിങ്ങളെ ഏതെങ്കിലും രീതിയിൽ ഹെൽപ്ഫുൾ ആവാറുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും അടുത്തതായിട്ട് ഏത് ടൈപ്പ് വീഡിയോസ് ആണ് വേണ്ടത് എന്നുള്ള കാര്യങ്ങളും തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഈ ഒരു വീഡിയോയ്ക്ക് ഒരു 500 ലൈക്ക് എങ്കിലും നമുക്ക് കിട്ടുമോ നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ലൈക്ക് അടിച്ചതിന് ശേഷം വീഡിയോ തുടർന്ന് കാണാൻ ശ്രമിക്കുക. എന്തായാലും നിങ്ങൾ ഈ ഒരു വീഡിയോ മുഴുവനായിട്ടും ഇരുന്ന് കാണുന്നത് ഒരിക്കലും നഷ്ടമാവില്ല. എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ നിന്നും കിട്ടുന്നതായിരിക്കും. അപ്പോൾ അധികം സമയം കാണണ്ട, നമുക്ക് നേരെ ട്രേഡിലേക്ക് പോവാം. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ചെറിയൊരു കാര്യം, ബിങ് എക്സിൽ ഒരു കിഡ്ലൻ ഇവന്റ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇത് അവിടെ കാണാൻ പറ്റുന്ന പോലെ തന്നെ ട്രേഡ് നൗ ടു വിൻ ദ ലാറ്റസ്റ്റ് ആപ്പിൾ പ്രോഡക്ട്സ്. നിങ്ങൾക്ക് ചുമ്മാ ട്രേഡ് ചെയ്തുകൊണ്ട്, നിങ്ങൾ എല്ലാ ദിവസവും ട്രേഡ് ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇതിൽ എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ് വിൻ ചെയ്യാനായിട്ടുള്ള അവസരമുണ്ട്. ഓക്കെ, റോളക്സ് വാച്ചസ് ആൻഡ് മോർ റിവാർഡ്സ് ആർ ഓൾസോ അപ്പ് ഫോർ ഗ്രാബ്സ്. റോളക്സ് വാച്ചുകളും ആപ്പിൾ പ്രൊഡക്ട്സ് ഒക്കെയാണ് മെയിനായിട്ട് ഒരു പ്രൈസസ് ആയിട്ട് വെച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ കാര്യങ്ങൾ നോക്കിയാൽ റെഗുലർ ആയിട്ടുള്ള ടാസ്കുകളാണ് ഉണ്ടായിരിക്കുക. നിങ്ങൾ ചുമ്മാ ട്രേഡ് ചെയ്താൽ മതി. നിങ്ങളുടെ കയ്യിൽ ചെറിയ എമൗണ്ട് ആയിക്കോട്ടെ, വലിയ എമൗണ്ട് ആയിക്കോട്ടെ, ആ എമൗണ്ട് വെച്ചുകൊണ്ട് ട്രേഡ് ചെയ്താൽ മതി. ചുമ്മാ ട്രേഡ് ചെയ്യുന്നതോട് കൂടിയിട്ട് നിങ്ങൾക്ക് ഇതിൽ പറയുന്ന പോലത്തെ പല ടാസ്കുകളും ഓട്ടോമാറ്റിക്കായിട്ട് കംപ്ലീറ്റ് ആയിട്ട് പോകുന്നതായിരിക്കും. നിങ്ങൾക്ക് ഞാൻ ഇതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓരോ ടാസ്കുകളും കാണാൻ പറ്റും. ഇപ്പോൾ ഫസ്റ്റ് ടാസ്ക് എന്ന് പറയുന്നത്, ഇപ്പോൾ ഞാനിത് കംപ്ലീറ്റ് ആയിട്ടുണ്ടെന്ന്, ഞാൻ ഇത് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നത് ഒരു $20 ഒരു ബോണസ് വൗച്ചർ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ക്യുമുലേറ്റീവ് ട്രേഡിംഗ് വോളിയം ഓഫ് $1000. ഒരു $1000 ട്രേഡിംഗ് വോളിയം, അതായത് ഒരു $100 വെച്ചുകൊണ്ട് 10x ലിവറേജ് എടുത്ത് ട്രേഡ് ചെയ്ത് കണ്ടിട്ടുണ്ടെങ്കിൽ ആ ഒരു $1000 ട്രേഡിംഗ് വോളിയം ആയി കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ നമ്മൾ ഫ്യൂച്ചേഴ്സ് ട്രേഡിംഗിൽ ലിവറേജ് ഇട്ട് ട്രേഡ് ചെയ്യുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് ഈ പറയുന്ന പോലെ ആ ഒരു ട്രേഡിംഗ് വോളിയം നമ്മളവിടെ ചെയ്ത് കഴിയുന്നുണ്ട്. ഓക്കെ, ആൻഡ് അടുത്തായിട്ട് എയർപോർട്ട്സ് ഫോർ വിൻ ചെയ്യാനായിട്ടുള്ള ഒരു കോമ്പറ്റീഷൻ ആണ്, അല്ലെങ്കിൽ ഒരു ടാസ്ക് ആണ്. അതിൽ ഒരു $1.5 മില്യൺ ട്രേഡിംഗ് വോളിയം കംപ്ലീറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഇത്രയും ദിവസം കൊണ്ട് തന്നെ ഏകദേശം ഒരു 396K ട്രേഡിംഗ് വോളിയം ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. കുറച്ചുകൂടെ ട്രേഡിംഗ് വോളിയം കംപ്ലീറ്റ് ചെയ്ത് കണ്ടിട്ടുണ്ടെങ്കിൽ എനിക്ക് ഈ ഒരു എയർപോർട്ട്സ് 4ൻ്റെ ആ ഒരു $249 എനിക്ക് വിൻ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അതുപോലെ തന്നെ ആപ്പിൾ വാച്ച് സീരീസിൻ്റെ ഉണ്ട്, എയർപോർട്ട്സ് മാക്സിൻ്റെ ഉണ്ട്, അങ്ങനെ പല കോമ്പറ്റീഷൻസ് ഉണ്ട്. സോ നമ്മൾ ഈ പറയുന്ന വോളിയം നമ്മളവിടെ കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ, ഇതെല്ലാം ഇപ്പോൾ എൻ്റെ ഒരു ഇതാണ് കാണാൻ പറ്റുന്നത്, ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള വോളിയംസ് ആണ് കാണാൻ പറ്റുന്നത്. സോ ഇത് കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കും ഈ പറയുന്ന പോലെയുള്ള പ്രൈസസ് വിൻ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും, നിങ്ങൾ ഡെയിലി ട്രേഡ് ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്ത് നോക്കുക. എന്തായാലും എന്തെങ്കിലുമൊക്കെ ഒരു പ്രൈസ് നിങ്ങൾക്ക് കിട്ടാനായിട്ട് സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. എന്തായാലും ചെക്ക് ചെയ്യുക. നമ്മുടെ റെഫറൽ ID വെച്ചുകൊണ്ട് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ആളുകൾക്കായിരിക്കും ഈ ഒരു കോമ്പറ്റീഷനിൽ പങ്കെടുക്കാനായിട്ട് സാധിക്കുക. സോ തീർച്ചയായിട്ടും നമ്മുടെ റെഫറൽ വെച്ചുകൊണ്ട് തന്നെ ഈ FEB5I6 എന്ന് പറയുന്ന റെഫറൽ കോഡ് വെച്ചുകൊണ്ട് തന്നെ നിങ്ങൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ആൻഡ് ഈ ഇവന്റിൽ പങ്കെടുക്കുക. മാക്സിമം പ്രൈസ് എല്ലാം തന്നെ വിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ നമ്മുടെ ട്രേഡിലേക്ക് വരികയാണെങ്കിൽ നമ്മുടെ ഫസ്റ്റ് ട്രേഡ് ഇതാണ്. ഇത് ഞാൻ കഴിഞ്ഞ ദിവസം ഇന്നലെ ഉറങ്ങാൻ പോകുന്നതിന് തൊട്ട് മുൻപ് എടുത്തിട്ടുള്ള ഒരു ട്രേഡാണ്. ഞാൻ നമ്മുടെ സ്റ്റുഡൻസിൻ്റെ ഗ്രൂപ്പിൽ ഇത് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ അതിൻ്റെ സ്ക്രീൻഷോട്ട്, ആ സ്റ്റുഡൻസിൻ്റെ ഗ്രൂപ്പിൻ്റെ സ്ക്രീൻഷോട്ട് ഞാൻ ഈ സൈഡിൽ കാണിക്കാം. നിങ്ങൾക്ക് കാണാൻ പറ്റും. ഞാൻ ഇത് ഒരു ഗുഡ് നൈറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഗ്രൂപ്പിൽ ഞാൻ ഈ ഒരു ട്രേഡ് സെറ്റപ്പ് ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. വേറെ ഒന്നുമില്ല, വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഞാനിതിൽ എന്താ പറയുക, ഭയങ്കര അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു കാര്യം ഞാൻ ചെയ്തിട്ടില്ല. സിമ്പിൾ ഒരു ചാർട്ട് പാറ്റേൺ മാത്രമാണ് ഞാനിവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതെന്ത് ചാർട്ട് പാറ്റേൺ ആണ്? ഇതൊരു ഫോളിംഗ് വെഡ്ജ് പാറ്റേൺ ആണ്. ഞാൻ ഗൂഗിളിൽ പോയിട്ട് ഞാൻ ഫോളിംഗ് വെഡ്ജ് പാറ്റേൺ കാണിച്ചു തരാം. ഫോളിംഗ് വെഡ്ജ് പാറ്റേൺ എന്ന് സെർച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഫോളിംഗ് വെഡ്ജ് പാറ്റേണിൻ്റെ ഇമേജസിലേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ഒരുപാട് പാറ്റേൺസ് കാണാൻ പറ്റും. ആ ഒരു പാറ്റേണിൻ്റെ സ്ട്രക്ചർ എന്താണെങ്കിൽ അത് ഏതൊരു രീതിയിലുള്ള പാറ്റേൺ ആണെന്ന് കാണാൻ പറ്റും. അപ്പോൾ ഞാൻ ഈ ഒരു ഫിഗർ ഞാനിവിടെ ജസ്റ്റ് കോപ്പി ചെയ്യുന്നുണ്ട്. ആൻഡ് ആ ഫിഗർ ഞാനിവിടെ വന്നിട്ട് ജസ്റ്റ് പേസ്റ്റ് ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, നമുക്ക് കാണാൻ പറ്റുന്നത് നമുക്ക് ഈ കാണുന്ന ഒരു പാറ്റേൺ അല്ലേ നമുക്കോട് കിട്ടിയിട്ടുള്ളത്. ഈ ഫിഗറിൽ കാണുന്ന ഒരു പാറ്റേൺ നമുക്കോട് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ആ ഒരു പാറ്റേൺ ഒരു ബുള്ളിഷ് ആയിട്ടുള്ള പാറ്റേൺ ആണ്. ഇവിടെ ഓൾറെഡി ഒരു ബുള്ളിഷ് ആയിട്ടുള്ള മൂവ്മെൻറ്റ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആൻഡ് അതിനുശേഷമാണ് ഈ ഒരു പാറ്റേൺ ഫോം ചെയ്തിട്ടുള്ളത്. സോ അതൊരു ബുള്ളിഷ് ആയിട്ടുള്ള പാറ്റേൺ ആണ്. അപ്പോൾ അവിടെ ഒരു ബ്രേക്ക് ഔട്ട്, ഈ ഒരു ട്രെൻഡ് ലൈനിൽ ഒരു ബ്രേക്ക് ഔട്ട് കിട്ടുന്നതോട് കൂടിയിട്ടാണ് ഞാൻ അവിടെ ഒരു എൻട്രി എടുത്തിട്ടുള്ളത്. ഓക്കെ, അവിടെയാണ് ഞാൻ എൻ്റെ എൻട്രി എടുത്തിട്ടുള്ളത്. ആൻഡ് സ്റ്റോപ്പ് ലോസ് ഞാൻ പ്രീവിയസ് ആയിട്ടുള്ള ഈ ഒരു ലോക്ക് താഴെയാണ് ഞാൻ സ്റ്റോപ്പ് ലോസ് വെച്ചിട്ടുണ്ട്. ഒരു 1:2 റിസ്ക് റിവാർഡ് റേഷ്യോ, ഒരു 1.98 റിസ്ക് റിവാർഡ് റേഷ്യോയിൽ ഞാൻ എൻ്റെ ടാർഗറ്റ് ഞാൻ വെച്ചിട്ടുണ്ട്. ഇതാണ് എൻ്റെ ഈ ട്രേഡിൻ്റെ സെറ്റപ്പ് എന്ന് പറയുന്നത്. സോ വളരെ എന്താ പറയുക, വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു കാര്യം ഞാൻ നോക്കിയിട്ടില്ല. സിമ്പിൾ ആയിട്ടുള്ള ഒരു ചാർട്ട് പാറ്റേൺ. ഓക്കെ, അത്യാവശ്യം നല്ല രീതിയിലൊരു മൂവ്മെൻറ്റ് സംഭവിച്ച് കഴിഞ്ഞതിന് ശേഷം വളരെ സിമ്പിൾ ആയിട്ടൊരു ചാർട്ട് പാറ്റേൺ കിട്ടി. അവിടെ അതിൻ്റെ ഒരു ബ്രേക്ക് ഔട്ട്, ആ പാറ്റേണിൻ്റെ ബ്രേക്ക് ഔട്ടിൽ ഞാനൊരു എൻട്രി എടുത്തു. ഇത് മാത്രമാണ് ഞാനിവിടെ ചെയ്തിട്ടുള്ളത്. എന്നെ കൃത്യമായിട്ട് നമ്മുടെ സ്റ്റുഡൻസിൻ്റെ ഗ്രൂപ്പിൽ അത് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് ഇവിടെ സംഭവിച്ചില്ല എന്താ നമുക്ക് നോക്കാം.
ഇതാ പ്രൈസ് പിന്നീട് നല്ല രീതിയിൽ തന്നെ മുകളിലേക്ക് പമ്പാവുന്ന കാണാൻ പറ്റും. ഓക്കെ, പ്രൈസ് ശക്തമായിട്ട് തന്നെ മുകളിലേക്ക് നമ്മുടെ ഡയറക്ഷനിലേക്ക് തന്നെ പ്രൈസ് പോകുന്നുണ്ട്. എന്താ നമ്മുടെ ടാർഗറ്റ് ഇവിടെ ഹിറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ ടാർഗറ്റ് ജസ്റ്റ് ഇവിടെ ഹിറ്റ് ആയിട്ടുണ്ട്. സോ നമ്മൾ കൃത്യമായിട്ടൊരു 1:2 റിസ്ക് റിവാർഡ് റേഷ്യോ വെച്ചിട്ടുണ്ട്. കറക്റ്റായിട്ട് നമ്മൾ ടാർഗറ്റ് ഹിറ്റ് ചെയ്തിട്ടുണ്ട്. ആൻഡ് അതിനുശേഷം ഇന്ന് നമുക്ക് നോക്കുകയാണെങ്കിൽ അതിനുശേഷം ഒരു ബെയറിഷ് ആയിട്ടുള്ള മൂവ്മെൻറ്റ് ഉണ്ടായിട്ടുണ്ട്. അതിനുശേഷം പ്രൈസ് താഴേക്ക് പോയിട്ടുണ്ട്. നമ്മുടെ സ്റ്റോപ്പ് ലോസിൻ്റെ ആ ഒരു ഡയറക്ഷനിലേക്ക് പ്രൈസ് പോയിട്ടുണ്ട്. സോ നമ്മുടെ ഈ ഒരു ടാർഗറ്റ് ഹിറ്റ് ആയിട്ട് നമ്മൾ കുറച്ചുകൂടെ ആക്രാന്തം മൂത്തിട്ട് ഒരു 1:3 ഒക്കെ ടാർഗറ്റ് വെക്കുകയായിരുന്നു എന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടേണ്ട പ്രോഫിറ്റ് പോലും അവിടെ കിട്ടാതെ പോകുന്ന സിറ്റുവേഷൻ ഉണ്ടായേനെ. സോ നമ്മൾ കറക്റ്റായിട്ടുള്ള ഒരു ടാർഗറ്റ് ആയിരുന്നു. ആൻഡ് കൃത്യമായിട്ട് ആ ടാർഗറ്റ് ഹിറ്റായി. ആൻഡ് ഞാൻ കാണിച്ചുതരാം, നമ്മുടെ ആ ഒരു ട്രേഡ് ഇവിടെ കാണിച്ചുതരാം. ബിങ്ങിങ്സിൽ ട്രേഡ് ഹിസ്റ്ററി നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതാണ് ആ ലാസ്റ്റ് എടുത്തിട്ടുള്ള ട്രേഡ്. ഇതാണ് ഒരു $148 ഓക്കെ, ഒരു $148 പ്രോഫിറ്റ് ഈ ഒരു ട്രേഡിൽ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ആ ഒരു ട്രേഡ് നമുക്കവിടെ കൃത്യമായിട്ട് വിൻ ചെയ്യാൻ സാധ്യതയുണ്ട്. സോ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്, വളരെ റോക്കറ്റ് സയൻസ് ഒന്നുമല്ല, വളരെ ബേസിക് ആയിട്ടുള്ള ഒരു ഫോളിംഗ് വെജ് പാറ്റേൺ വെച്ചുകൊണ്ട് എടുത്തിട്ടുള്ള ഒരു ട്രേഡാണ്. അത് കറക്റ്റായിട്ട് നമുക്ക് നമ്മുടെ ടാർഗറ്റ് അടിക്കാനായിട്ട് സാധ്യതയുണ്ട്. സോ ഇത് കുറച്ചുകൂടി ഇതായിട്ട് പറയുകയാണെങ്കിൽ ഞാൻ ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഹിറ്റായിട്ടുള്ള ടാർഗറ്റാണ്. ഞാൻ ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഉണ്ടാക്കിയിട്ടുള്ള ഒരു പ്രോഫിറ്റാണ് ഈ ഒരു ട്രേഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ട്രേഡ്. ഒരു $148 പ്രോഫിറ്റ് ആയിട്ടുണ്ട്. ഏകദേശം ഒരു 12,000 രൂപയോളം, ഇന്ത്യൻ റുപ്പി 12,000 രൂപയോളം പ്രോഫിറ്റ് ഈ ഒരു ട്രേഡിൽ കിട്ടിയിട്ടുണ്ട്. ആൻഡ് സെക്കൻഡ് ട്രേഡ് നോക്കിയാൽ ഇതായിരുന്നു നമ്മുടെ സെക്കൻഡ് ട്രേഡ് എന്ന് പറയുന്നത്. ഇതും വളരെ അടിപൊളിയായിട്ട് നമുക്ക് പ്രോഫിറ്റ് കിട്ടിയിട്ടുള്ള ഒരു ട്രേഡായിരുന്നു. ഇതിൻ്റെ അനാലിസിസ് ഞാൻ പറയാം. വേറെ ഒന്നുമല്ല, നമുക്കിത് അവിടെ കാണാൻ പറ്റുന്നുണ്ട്. കറക്റ്റായിട്ട് ഒരു ഹയർ ഹൈസ് ആൻഡ് ഹയർ ലോസ് ക്രിയേറ്റ് ചെയ്തിട്ട് ഒരു ബുള്ളിഷ് ആയിട്ടുള്ള ട്രെൻഡ് ആയിരുന്നു പോയിക്കൊണ്ടിരുന്നത്. ആൻഡ് അതിന് ശേഷം ഒരു പുതിയ ഹൈ ക്രിയേറ്റ് ചെയ്യുന്നില്ല, പുതിയ ലോയും ക്രിയേറ്റ് ചെയ്യുന്നില്ല. പ്രൈസ് ഒന്ന് സൈഡ് വേസ് ആയിട്ട് മൂവ് ചെയ്യുന്നുണ്ട്. ആൻഡ് അവിടെയാണ് നമുക്ക് ഇവിടെ ഈ രീതിയിലുള്ള ഒരു സിമെട്രിക്കൽ ട്രയാങ്കിൾ പാറ്റേൺ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ സിമെട്രിക്കൽ ട്രയാങ്കിൾ എന്ത് പാറ്റേൺ നമുക്ക് നോക്കാം. ഞാൻ നേരെ ഗൂഗിളിലേക്ക് പോകുന്നുണ്ട്. ആൻഡ് ഞാനിവിടെ സിമെട്രിക്കൽ ട്രയാങ്കിൾ എന്ന് അടിക്കുന്നുണ്ട്. സിമെട്രിക്കൽ ട്രയാങ്കിൾ പാറ്റേൺ എന്ന് ഞാൻ സെർച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റുന്നത് സിമെട്രിക്കൽ ട്രയാങ്കിൾ പാറ്റേണിൻ്റെ കുറച്ച് പരിപാടികളാണ്. ഇവിടെ നമുക്ക് ഈ ഒരു ഫിഗറിൽ സിമെട്രിക്കൽ പാറ്റേണിൻ്റെ കുറച്ച് പരിപാടി കാണാൻ പറ്റുന്നത്. ഞാനത് കോപ്പി ചെയ്യുന്നുണ്ട്. ആ ഇമേജ് കോപ്പി ചെയ്തിട്ട് ഞാനിവിടെ അത് പേസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് സിമെട്രിക്കൽ ട്രയാങ്കിളിൻ്റെ പരിപാടി എന്താണെന്ന് നമ്മൾ ഇവിടെ ഈ ഫിഗറിൽ കാണാൻ പറ്റുന്ന പോലുള്ള സെയിം ഒരു പാറ്റേൺ നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. സോ സിമെട്രിക്കൽ ട്രയാങ്കിൾ പാറ്റേണിൻ്റെ എൻട്രി ഈ ഒരു പാറ്റേൺ ബ്രേക്ക് ഔട്ട് സംഭവിക്കുമ്പോഴാണ് അവിടെ തന്നെയാണ് നമ്മളിവിടെ എൻട്രി എടുത്തിട്ടുള്ളത്. ആൻഡ് സ്റ്റോപ്പ് ലോസ് അതിന് താഴെയായിട്ട് പ്രീവിയസ് ആയിട്ടുള്ള ആ ഒരു ലോക്ക് താഴെയായിട്ട് നമ്മുടെ സ്റ്റോപ്പ് ലോസ് വെച്ചിട്ടുണ്ട്. എന്താ നമുക്ക് ഞാനൊരു 1:2 ആണ് സാധാരണ വയ്ക്കാറുള്ളത്. പക്ഷേ ഇതിൽ ഞാൻ പ്രീവിയസ് ആയിട്ടുള്ള ഈ ഒരു ഹൈയിൽ, ഓക്കെ, പ്രീവിയസ് ഹൈയിലാണ് ഞാൻ എൻ്റെ ടാർഗറ്റ് വെച്ചിട്ടുണ്ടായിരുന്നത്. എൻ്റെ അവിടെ നിന്ന് കറക്റ്റായിട്ട് പ്രൈസ് നമ്മുടെ ആ ഒരു ഡയറക്ഷനിലേക്ക് തന്നെ പോകുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. പ്രൈസ് അവിടെ നിന്ന് നമ്മുടെ ആ ഒരു ഡയറക്ഷനിലേക്ക് എൻ്റെ പ്രൈസ് കറക്റ്റായിട്ട് പോകുന്നുണ്ട്. ആൻഡ് നമ്മുടെ ടാർഗറ്റോട് ഈസി ആയിട്ട് ഹിറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ വളരെ സിമ്പിളായിട്ട് ഇവിടെയും ഞാൻ ആ ഒരു ബേസിക് സിമെട്രിക്കൽ ട്രയാങ്കിൾ പാറ്റേൺ മാത്രം ഫോളോ ചെയ്തുകൊണ്ട് അതിൽ കൃത്യമായിട്ടുള്ള ബ്രേക്ക് ഔട്ട് കിട്ടിയപ്പോൾ അവിടെ കറക്റ്റായിട്ട് നമ്മുടെ റിസ്ക് മാനേജ് ചെയ്തിട്ട് കറക്റ്റായിട്ട് നമ്മുടെ പൊസിഷൻ സെറ്റ് ചെയ്തിട്ട് അതിനനുസരിച്ച് ഒരു ടാർഗറ്റും സ്റ്റോപ്പ് ലോസും വെച്ചിട്ട് മാത്രമാണ് ഞാൻ ട്രേഡ് എടുത്തിട്ടുള്ളത്. വേറെ അല്ലാതെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള, വളരെയധികം അഡ്വാൻസ്ഡ് ആയിട്ടുള്ള പല പേരുകളിൽ ആൾക്കാർ വിളിക്കുന്ന കോൺസെപ്റ്റുകളൊന്നും ഞാൻ യൂസ് ചെയ്തിട്ടില്ല. വളരെ ബേസിക് ആയിട്ടുള്ള പ്രൈസ് ആക്ഷൻ കോൺസെപ്റ്റ്സ് മാത്രം യൂസ് ചെയ്തുകൊണ്ട് എടുത്തിട്ടുള്ള ഒരു ട്രേഡാണ്. അതും നമുക്ക് വളരെ ഈസി ആയിട്ട് വിൻ ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ആ ട്രേഡ് ഞാൻ അവിടെ കാണിച്ചു തരാം. ഇതാണ് ആ ഒരു ട്രേഡ് എന്ന് പറയുന്നത്. $237 ആ ഒരു ട്രേഡിൽ നമുക്ക് പ്രോഫിറ്റ് അടിക്കാനായിട്ട് പറ്റിയിട്ടുണ്ട്. ഇപ്പോൾ കാണാൻ പറ്റും ഏകദേശം ഒരു $237.9269 പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട്. $237 എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 19,912 രൂപ വരുന്നുണ്ട്. ഏകദേശം ഒരു 20,000 രൂപയ്ക്ക് അടുത്ത് തന്നെ ഈ ഒരു ട്രേഡിൽ പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു ട്രേഡായിരുന്നു. ഇവിടെയും നമുക്ക് വളരെ ബേസിക് ആയിട്ടുള്ളൊരു കോൺസെപ്റ്റ് വെച്ചുകൊണ്ട് നല്ല രീതിയിലൊരു ട്രേഡ് എടുക്കാനും അത് പ്രോഫിറ്റ് അടിക്കാൻ നമുക്ക് സാധ്യതയുണ്ട്. ഇതാണ് അപ്പോൾ നമ്മുടെ രണ്ടാമതായിട്ട് എടുത്തിട്ടുള്ള ട്രേഡ് എന്ന് പറയുന്നത്. ആൻഡ് മൂന്നാമതായിട്ട് എടുത്തിട്ടുള്ള ട്രേഡാണ് ഈ കാണുന്ന ഒരു ട്രേഡ്. ഇത് വേണമെങ്കിൽ കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കോൺസെപ്റ്റ് വെച്ചെടുത്തിട്ടുള്ള ട്രേഡാണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. കാരണം അത്രയും കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു മാർക്കറ്റ് കണ്ടീഷൻ ആയിരുന്നു. ഒരു 5 മിനിറ്റ്സ് ടൈം ഫ്രെയിമിലേക്ക് പോവുകയാണെങ്കിൽ നിങ്ങളിവിടെ കാണാൻ പറ്റും കുറച്ചൊന്ന് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു എന്താ പറയുക ഒരു മാർക്കറ്റ് ആയിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. ഞാൻ ആ ട്രേഡിൻ്റെ എൻട്രി ഞാൻ കൃത്യമായിട്ട് കാണിച്ചു തരാം. ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് ഓർഡർ ബ്ലോക്ക്സ് കിട്ടിയിട്ടുണ്ട്. ഇതൊരു ഓർഡർ ബ്ലോക്ക് ആയിരുന്നു. ഇതൊരു ഓർഡർ ബ്ലോക്കാണ്. ആൻഡ് ഇവിടെ ഒരു ഓർഡർ ബ്ലോക്ക് വന്നിട്ടുണ്ട്. ഇത് ഒരു ഓർഡർ ബ്ലോക്കാണ്. അങ്ങനെ പല ഓർഡർ ബ്ലോക്ക്സ് വന്നിട്ടുണ്ട്. നമുക്ക് കറക്റ്റായിട്ട് പ്രൈസ് ഏത് ഡയറക്ഷനിലേക്ക് പോകും എന്നുള്ളൊരു കാര്യം നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് പറ്റാത്ത സിറ്റുവേഷൻ ആയിരുന്നു. ഇപ്പോൾ വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും, കാരണം ഓൾറെഡി പ്രൈസ് മൂവ്മെൻറ്റ് എല്ലാം സംഭവിച്ചു കഴിഞ്ഞു. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ പറയാൻ പറ്റും. പക്ഷേ ആ ഒരു മാർക്കറ്റ് കണ്ടീഷനിൽ അത്ര എളുപ്പമായിരുന്നില്ല അവിടെ ഒരു പ്രഡിക്ഷൻ നടത്താനായിട്ട്. ഏത് ഡയറക്ഷനിലേക്ക് പ്രൈസ് പോകും എന്നുള്ളൊരു കാര്യം പറയാനായിട്ട് ഇത്തിരി ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഇവിടെ കൃത്യമായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത് ഇവിടെ ഒരു റെസിസ്റ്റൻസ് ഏരിയ ആയിരുന്നു. ഇതൊരു റെസിസ്റ്റൻസ് ഏരിയ ആയിട്ട് ഇവിടെ ആക്ട് ചെയ്യുന്നുണ്ട്. ഇത് ഒരു റെസിസ്റ്റൻസ് ഏരിയ ആയിട്ട് ആക്ട് ചെയ്യുന്ന ഏരിയ ആയിരുന്നു. അതിനുശേഷം പ്രൈസ് മേലേക്ക് കയറുന്നു. ഓക്കെ, പ്രൈസ് മേലേക്ക് കയറുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത് റെസിസ്റ്റൻസ് ഏരിയ അതുകൊണ്ട് തന്നെ ഒരുപാട് പേര് ഇവിടെ ഷോർട്ട് ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരിക്കും. ഇവിടെ ഒരുപാട് പേര് ഷോർട്ട് ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരിക്കും. അവരെല്ലാം തന്നെ സ്റ്റോപ്പ് ലോസ് ഇവിടെ ആയിരിക്കും. അപ്പോൾ ഈ സ്റ്റോപ്പ് ലോസ് എടുത്തുകൊണ്ട് പ്രൈസ് താഴേക്ക് പോകാനായിട്ട് സാധ്യതയുണ്ട് എന്നുള്ള കാര്യങ്ങൾ നമുക്കറിയാവുന്നതാണ്. നമ്മൾ പല വീഡിയോസിലും അങ്ങനത്തെ ട്രേഡ്സ് നമ്മൾ ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പോൾ ആ ഒരു കോൺസെപ്റ്റ്, അതായത് ഇവിടെ ഇതൊരു ലിക്വിഡിറ്റി ഏരിയ ആയതുകൊണ്ട് തന്നെ പ്രൈസ് അവിടെ നിന്ന് ആ ലിക്വിഡിറ്റി എല്ലാം എടുത്ത് തിരിച്ചിറങ്ങാനും ദെൻ ആ ഡയറക്ഷനിലേക്ക് താഴേക്കുള്ള ഡയറക്ഷനിലേക്ക് തന്നെ പ്രൈസ് കണ്ടിന്യൂ ചെയ്യാനായിട്ടുള്ള സാധ്യത ഉണ്ട് നമുക്ക് പറയാനായിട്ട് പറ്റും.
അപ്പോൾ അത് വെച്ചുകൊണ്ടാണ് ഞാനിവിടെ ഒരു ആദ്യം എൻ്റെ ഡയറക്ഷൻ ഞാൻ കണ്ടുപിടിച്ചിട്ടുള്ളത്. ഓക്കെ, ഈ ഒരു ലിക്വിഡിറ്റി എടുക്കുന്നു, തിരിച്ച് ആ ഒരു റെസിസ്റ്റൻസ് ലെവലിന് താഴേക്ക് എൻ്റെ പ്രൈസ് വരുന്നു, ആൻഡ് ഇവിടെ നിന്ന് തിരിച്ച് ഒരു റീടെസ്റ്റ് എടുക്കാനും ആൻഡ് അവിടെ നിന്ന് താഴേക്ക് പോകാനും സാധ്യതയുണ്ട് എന്നുള്ളൊരു കാൽക്കുലേഷനാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. ആൻഡ് അത് തന്നെ ഞാൻ ഒന്നുകൂടെ ഒരു 3 minutes ടൈം ഫ്രെയിമിലേക്ക് പോയപ്പോൾ എനിക്ക് ഇതൊരു ഓർഡർ ബ്ലോക്ക് ആയിട്ട് തോന്നി. ഓക്കെ, അതായത് ഇവിടെ ഇതൊരു ഓർഡർ ബ്ലോക്ക് ആയിട്ട് തോന്നി, ഈ ഒരു ഏരിയ. ഇത് വേണമെങ്കിൽ ഈ ഒരു വളരെ ചെറിയൊരു ഏരിയ എടുക്കുന്നതിന് പകരമായിട്ട് ഞാൻ ഇത് മൊത്തത്തിലായിട്ട് ഇതൊരു ഓർഡർ ബ്ലോക്ക് ആയിട്ടാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. ഇതായിരുന്നു എൻ്റെ ഓർഡർ ബ്ലോക്ക് എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് അവിടെയാണ് ഞാൻ എൻ്റെ ഒരു എൻട്രി പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. സ്റ്റോപ്പ് ലോസ് ഇതിന് മേലായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ആൻഡ് പ്രീവിയസ് ആയിട്ടുള്ള ലോക്ക് താഴെയായിട്ട് ഞാൻ എൻ്റെ ടാർഗറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു. ആൻഡ് ഇവിടെ സംഭവിച്ചത് നിങ്ങൾക്ക് കാണാൻ പറ്റും, പ്രൈസ് വളരെ ക്വിക്കായിട്ട് തന്നെ ആ എൻട്രി ഹിറ്റ് ആയതിനു ശേഷം, നമ്മുടെ ആ ഒരു എൻട്രി ഹിറ്റ് ആയതിനു ശേഷം വളരെ ക്വിക്കായിട്ട് തന്നെ നമ്മുടെ ടാർഗറ്റ് അവിടെ ഹിറ്റ് ആവുന്നുണ്ട്. ഓക്കെ, വളരെ ക്വിക്കായിട്ട് തന്നെ നമ്മുടെ ടാർഗറ്റ് വളരെ നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ ഒരു 15 മിനിറ്റിനുള്ളിൽ തന്നെ നമ്മുടെ ടാർഗറ്റോടെ ഹിറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ആൻഡ് ഈ ഒരു ട്രേഡിൽ ഏകദേശം ഒരു $223 പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഏകദേശം ഒരു $223 പ്രോഫിറ്റ് ഈ ഒരു ട്രേഡിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ $223 എന്ന് പറയുമ്പോൾ $223 എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു $18,736 ഈ ഒരു ട്രേഡിൽ നമുക്ക് പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് കുറച്ച് നമ്മൾ കഴിഞ്ഞ 2 ട്രേഡുകൾ അപേക്ഷിച്ച് നോക്കുമ്പോൾ വേണമെങ്കിൽ ഇത് കുറച്ചുകൂടെ ഒന്ന് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കുറച്ച് കോൺസെപ്റ്റുകൾ ഉപയോഗിച്ചിട്ട്, ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്, പക്ഷേ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെ കുറച്ചുകൂടെ അതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളുടെ കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് എടുത്തിട്ടുള്ള ഒരു ട്രേഡാണെന്ന് വേണമെങ്കിൽ പറയാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഈ ഒരു ട്രേഡിൽ നമുക്ക് കൃത്യമായിട്ടൊരു പ്രോഫിറ്റ് അവിടെ ഉണ്ടാക്കാനായിട്ട് സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ കഴിഞ്ഞ ആഴ്ച എടുത്തിട്ടുള്ള ഒരു 3 ട്രേഡുകൾ ഇതൊക്കെയാണ്, ഈ രീതിയിലൊക്കെയാണ് ആ ഒരു ട്രേഡുകളിൽ അനാലിസിസ് നടത്തിയിട്ടുള്ളത്. ആൻഡ് ഇതിൽ ഏത് രീതിയിലാണ് റിസ്ക് മാനേജ് ചെയ്തിട്ടുള്ളത്, ഏത് രീതിയിലാണ് പൊസിഷൻ സെറ്റ് ചെയ്തിട്ടുള്ളതെന്ന് അറിയാത്തവരുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രീവിയസ് ആയിട്ടുള്ള നമ്മുടെ ലൈവ് ട്രേഡിംഗ് വീഡിയോസിൻ്റെ പ്രീവിയസ് വീഡിയോസ് കാണുകയാണെങ്കിൽ അതിലെല്ലാം തന്നെ ഞാൻ കൃത്യമായിട്ട് ട്രേഡ് എടുക്കുന്ന സമയത്ത് ഏത് രീതിയിലാണ് പൊസിഷൻ സെറ്റ് ചെയ്യാറുള്ളത്, ഏത് രീതിയിലാണ് റിസ്ക് മാനേജ് ചെയ്യാറുള്ളത് എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞു പോകാറുണ്ട്. അപ്പോൾ അതൊന്ന് കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഉപകാരപ്പെടുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ കഴിഞ്ഞ ആഴ്ചയിലെ 3 പ്രധാനമായിട്ടുള്ള ട്രേഡുകൾ എന്ന് പറയുന്നത്. ഈ രീതിയിലാണ് അതിൻ്റെ അനാലിസും കാരണം ചെയ്തിട്ടുള്ളത്. ഇതൊക്കെയാണ് ഇതിൽ കിട്ടിയിട്ടുള്ള പ്രോഫിറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ ഗൈസ്, അപ്പോൾ ഞാൻ ഏറ്റവും ആദ്യം പറഞ്ഞ പോലെ തന്നെ എൻ്റെ കഴിഞ്ഞ ആഴ്ചയിലത്തെ ഞാൻ എടുത്തിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ട്രേഡ്സ് ആണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുള്ളത്. അതിന് അനാലിസിസ് ഏത് രീതിയിലായിരുന്നു, ഏത് രീതിയിലാണ് ഞാനൊരു ട്രേഡ് എടുത്തിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഞാൻ അവിടെ കാണിച്ചു തന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ വെച്ചുകൊണ്ടാണ് ഞാൻ ഏറ്റവും കൂടുതൽ ട്രേഡ്സ് അവിടെ എടുത്തിട്ടുള്ളത്. ഓക്കെ, കുറച്ച് അഡ്വാൻസ്ഡ് എന്ന് പറയാൻ പറ്റുന്ന കാര്യങ്ങൾ വെച്ചുകൊണ്ടുള്ള ഒരൊറ്റ ട്രേഡ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ബാക്കി 2 ട്രേഡുകളും വളരെ ബേസിക് ആയിട്ടുള്ള ഒരു ചാർട്ട് പാറ്റേൺ വെച്ചുകൊണ്ട് മാത്രം എടുത്തിട്ടുള്ള ട്രേഡാണ്. അപ്പോൾ ഞാൻ എല്ലാ വീഡിയോയിലും പറയാറുള്ള പോലെ തന്നെ നിങ്ങൾക്ക് ബേസിക് ആയിട്ടുള്ള കോൺസെപ്റ്റ്സ് മാത്രം മതി കറക്റ്റായിട്ട് ട്രേഡ് ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട്. ആ ബേസിക് ആയിട്ടുള്ള കോൺസെപ്റ്റുകൾ കൃത്യമായിട്ട് മാർക്കറ്റിൽ അപ്ലൈ ചെയ്യാൻ അറിയുമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് ട്രേഡ്സ് എടുത്ത് പോകാനായിട്ട് പറ്റും. അല്ലാതെ നിങ്ങൾ ഒരുപാട് ആയിരങ്ങൾ കൊടുത്തുകൊണ്ട് വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള എന്തൊക്കെയോ കാര്യങ്ങൾ ഇതിന് പിന്നിലുണ്ട് എന്ന് വിചാരിച്ചുകൊണ്ട് അതെല്ലാം പോയിട്ട് വാങ്ങി പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം മതി ട്രേഡ് ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട്. അപ്പോൾ ഹാപ്പി ട്രേഡിംഗ്, അടുത്ത വീഡിയോയിൽ കാണാം.